ചില മരണങ്ങൾ അങ്ങനെയാണ്. രോഗങ്ങളോ കാലമോ ആകില്ല അവരെ കൊണ്ടുപോകുന്നത്. കാത്തിരുന്ന് പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മകളുടെ ഭാരം താങ്ങാനാവാതെ ഹൃദയം പതുക്കെ മിടിപ്പ് നിർത്തുന്നതാകും. പാരീസിലെ ഏതോ ഒരു ജനാലയ്ക്കപ്പുറം കറുപ്പും വെളുപ്പും മഷി കൊണ്ട് ലോകത്തെ വരച്ചുകാട്ടിയ ആ വിരലുകൾ നിശ്ചലമായതും അങ്ങനെയാകാം. പ്രാണനാഥൻ മത്തിയാസ് യാത്രയായി 1 വർഷം പിന്നിടുമ്പോൾ 56-ാം വയസ്സിൽ മർജാൻ സത്രാപ്പിയും അവനരികിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ വേർപാടിന് ലോകം എന്തു പേരിട്ട് വിളിച്ചാലും അവളെ സ്നേഹിച്ചവർക്കറിയാം, അതൊരു അഗാധമായ വിഷാദമായിരുന്നു. ചരിത്രമെന്നത് രാജാക്കന്മാരും പടത്തലവന്മാരും ചേർന്നെഴുതുന്ന വലിയ പുസ്തകങ്ങൾ മാത്രമല്ലെന്നും അത് അടുക്കളകളിലേക്കും മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കും ഇരച്ചുകയറുന്ന ഒന്നാണെന്നും ലോകത്തിന് കാണിച്ചു തന്നത് മർജാനാണ്. കൊമിക്സുകൾ വെറും കുട്ടിക്കളിയാണെന്ന് കരുതിയിരുന്ന ഒരു ലോകത്തേക്ക് പെർസെപോളിസ് എന്ന തന്റെ മാസ്റ്റർ പീസുമായി അവൾ കടന്നുവന്നു. വർണ്ണങ്ങളില്ലാത്ത ആ കറുപ്പും വെളുപ്പും പേജുകളിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കണ്ണീരും ചിരിയും അവൾ ഒളിപ്പിച്ചു വെച്ചു. പുറം ലോകം ഇറാനെ വെറും ഭീകരരുടെ നാടായി കണ്ടപ്പോൾ അവിടെ തമാശകൾ പറയുന്ന മുത്തശ്ശിമാരുണ്ടെന്ന് മർജാൻ കാട്ടിത്തന്നു. വിലക്കപ്പെട്ട പങ്ക് റോക്ക് സംഗീതം ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു നടക്കുന്ന കൗമാരങ്ങളെ അവൾ വരച്ചിട്ടു. ഹിജാബിനുള്ളിലും സ്വന്തം വ്യക്തിത്വം അടിയറവ് വയ്ക്കാത്ത ധീരരായ സ്ത്രീകളെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തി. മുതിർന്നവരുടെ ലോകത്തെ അധികാര വടംവലികൾക്കിടയിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത എങ്ങനെയാണ് ഞെരിഞ്ഞമരുന്നതെന്ന് സത്രാപ്പി പെർസെപോളിസിൽ വരച്ചു കാട്ടുന്നു. ബോംബുകൾ വീഴുന്ന രാത്രികളും രഹസ്യ പോലീസിന്റെ കാലൊച്ചകളും പ്രിയപ്പെട്ടവനായ അമ്മാവന്റെ വധശിക്ഷയും ആ കൊച്ചു പെൺകുട്ടിയുടെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. ഗ്രാഫിക് നോവൽ അവാർഡുകളും സാഹിത്യ അവാർഡുകളും പിന്നീട് സിനിമയായപ്പോൾ ഫെസ്റ്റിവൽ അവാർഡുകളും തൂത്തുവാരി ആ കൊച്ചു ഇറാനിയൻ പെണ്ണിന്റെ കഥ. ഇറാനിൽ ഞാൻ പാശ്ചാത്യ ചിന്താഗതിയുള്ളവളായിരുന്നു, എന്നാൽ പാശ്ചാത്യ ലോകത്ത് ഞാൻ വെറുമൊരു ഇറാനിയനും. ആ വരിയിലുണ്ട് എല്ലാം. ഇറാനിലെ ആയത്തുള്ള ഭരണത്തെ എതിർക്കുമ്പോഴും അവൾ 100% ഇറാനിയായിരുന്നു. പാശ്ചാത്യ ലോകത്തിനോട് അവൾ ഉറക്കെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ കഥകൾ ഞങ്ങൾ പറയാം. ഇന്നും ടെഹ്റാനിലെ പുകമറ നിറഞ്ഞ തെരുവുകളിൽ ജാക്കറ്റിനുള്ളിൽ പങ്ക് റോക്ക് കാസറ്റുകൾ ഒളിപ്പിച്ച് വിപ്ലവത്തിന്റെ ചോരമണക്കുന്ന കാറ്റിനെ നെഞ്ചുവിരിച്ച് നേരിട്ട് അവൾ നടക്കുന്നുണ്ടാകും. അധികാരത്തിന്റെ തോക്കുകൾക്ക് മുന്നിൽ ഭയമില്ലാതെ നിന്ന് ദൈവത്തോട് പോലും ഉച്ചത്തിൽ കലഹിച്ച ആ പെൺകുട്ടി.